എടാ കഴുത്തിന് കടിക്കുന്ന ആരടാ? ആരടാ? ഇല്ല, പേടിക്കണ്ട. ഇതാ. അപ്പൊ ഇന്നത്തെ ഇന്റർവ്യൂല് നമ്മുടെ അതിഥികളാണ് ഇതെല്ലാം. ഞങ്ങളൊരു കോൺസെപ്റ്റ് എന്താ അറിയോ, ഒരു വീട്ടിൽ ജീവിക്കാതെ ഒരു ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ സമാധാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പ്രകൃതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് പരദൂഷണങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ഒരു തരത്തിലുള്ള വിവേചനങ്ങളില്ല. ശംഖുപുഷ്പ ചായ കാപ്പി എന്നൊക്കെ പറയും. ഇത് ചായ കാപ്പി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശംഖുപുഷ്പ വെള്ളം ഇങ്ങനെയുണ്ട്, അടിപൊളി. വേറൊരു ആവാസ വ്യവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലേ? അതെ. മിക്കി സിംബ ഒരു 3 മാസമായിട്ട് ഉണ്ടാവും. സമാധാനം, സന്തോഷം, പിന്നെ തൻ്റെ ഇടം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഞാൻ സൈക്കാട്രിക് ഡോക്ടറല്ല, ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല, ഞാനൊരു ലൈഫ് കോച്ചാണ്. സ്വന്തം നന്മകൾ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും വേണ്ടി നടന്ന് പണി കിട്ടിയ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് ഇന്നത്തെ ഇൻ്റർവ്യൂവിന്. മിക്കു ഒരാൾ, ഇതാണ് മിക്കി. ബാക്കി ഇതാ ഇവിടെ ഇതാരാണ്? ടുട്ടു. ഒരു ഹായ് പറഞ്ഞേ. ഇല്ല, മിക്കും മേൽനോട്ടം വഹിക്കുന്നതുകൊണ്ട് വേറെ ആരും ഹായ് പറയൂല. ചക്കി ഇവിടെ ഉണ്ട്. ചക്കി എൻ്റെ ചെവിട്ടിൽ എന്തൊക്കെയോ കുറേ നേരം. എന്താ ഓക്കെ. ചക്കി എന്തെങ്കിലും പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞേ. ഇല്ല. ചക്കിക്ക് വേണ്ടി രമണൻ കോതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ എന്തോ ഹലോ. ഓക്കെ, ഇനി ഇതവിടെ നമ്മുടെ സിംബയുണ്ട്. പിന്നെ ഒരു പേരിടാത്തൊരു അതിഥി ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പേരിടാം. ഇവനെ നമുക്ക് ജാങ്കോ എന്ന് വിളിക്കാം. ജാങ്കോ, ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കടാ. എല്ലാവരും ഫ്രെയിമിലേക്കോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ അനിൽ സാറിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് വിശേഷമുണ്ട്. എന്തോ വരാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അനിൽ സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇവിടെ കുറേ പരിപാടികൾ കാണാനുണ്ട്. എല്ലാം കണ്ടിട്ട് നമുക്ക് ഇപ്പം തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ അനിൽ സാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇതാണ് അനിൽ സാറിൻ്റെ ഋതം. നമ്മൾ ഋതത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ആഗ്നേയ ഓർഗനൈസേഷൻ, അതിൻ്റെ എല്ലാം ഇവിടെയാണ്. ട്രെയിനിങ് സെൻ്ററുമാണ്, വീടുമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓൺലൈൻ പരിപാടികളും അതിലാളുകൾ നേരിട്ട് വരുന്നത്. കുഞ്ഞു ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ ഇവിടെ നടത്തും. ഇവിടെ തന്നെ നടത്താം. ഓൺലൈൻ കംപ്ലീറ്റ് ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വലിയ ഓഫ്ലൈൻ ആണെങ്കിൽ മാത്രം പുറത്ത് റിസോർട്ടുകളിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? തീർച്ചയായും. ഓക്കെ, ബാ. ഇവരാണ് മക്കും ഡൊണാൾഡും. മക്ക് ഡൊണാൾഡ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആക്കിക്കളെ. മക്കും ഡൊണാൾഡും ആണ്. ബുദ്ധന്റെ അടുത്താണല്ലോ സമാധാനത്തിന്റെ. ഇവരുടെ കളിക്കുന്ന സ്ഥലമാണത്. ബുദ്ധനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ബുദ്ധന്റെ ഫേസിലെ പീസ് ഉണ്ടല്ലോ, അത് പൊതുവെ കാണുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ഒരു പീസ് റിമെമ്പർ വരും. മറ്റുള്ളവർക്കും അത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്താണ് കേട്ടോ. ഇവിടെയൊക്കെ ഇരിക്കാമല്ലോ നമുക്ക്, ഒഴിവ് സമയത്തൊക്കെ ഇരിക്കാനുള്ള ഒരു സ്പോട്ട് ആയതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇത് പേരാല്, ഇത് അരയാല്. ഇത് രണ്ടും ഓരോ സ്ഥലത്ത് നിന്ന് ഞാൻ ചെറിയ ചെടികൾ റോഡ് സൈഡിൽ നിന്ന് പിഴുതു കൊടുന്ന് ബോൺസൈ ആക്കാൻ സെറ്റ് ചെയ്തതാണ്. റോഡ് സൈഡിൽ? അതെ, ബോൺസൈ ആക്കാൻ സെറ്റ് ചെയ്തതാ. പക്ഷെ അതിന്റെ വേര് അടിയിലേക്ക് അങ്ങ് പോയിട്ടുള്ളത് കൊണ്ട് അത് ബോൺസൈ ആവാതെ വളരുവാണ്. എല്ലാ വർഷവും അതിനെ പിഴുതെടുത്തിട്ട് വേരൊക്കെ കട്ട് ചെയ്ത് കമ്പൊക്കെ കട്ട് ചെയ്ത് വീണ്ടും നടും. അങ്ങനെ ഒരു കുഞ്ഞു ആലാക്കിയിട്ട് മാറ്റാം. അടിപൊളി. ഇവരിവിടെ ഭയങ്കര സന്തോഷത്തിലാണ് എപ്പോഴും. ഞങ്ങളൊരു കോൺസെപ്റ്റ് എന്താ അറിയോ, ഒരു വീട്ടിൽ ജീവിക്കാതെ ഒരു ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ
ഒരു കാട്ടിൽ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യായിരുന്നു മലമ്പുഴ ഭാഗത്ത്. ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിച്ചു വിട്ടു. അപ്പോൾ അന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, എനിക്കൊരു കാട് വേണം. എനിക്കൊരു കാട് ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ. വീടിനെ പരമാവധി കാടാക്കിയിട്ടുണ്ട്. ഗാർഡൻ കോൺസെപ്റ്റ് അല്ല കേട്ടോ ഇവിടെ, കാട് കോൺസെപ്റ്റാണ്. ഇത് 2 years കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണേ. അപ്പോൾ 2 years കൊണ്ട് എനിക്ക് വലിയ മരങ്ങളോണ്ട് കാടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 years കൊണ്ട് പറ്റുന്ന പരിപാടി വള്ളികൾ കൊണ്ട് കാടുണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുക വള്ളികളാണ്. ഇത് ശംഖുപുഷ്പം, വെള്ള ശംഖുപുഷ്പമുണ്ട്, വയലറ്റ് ശംഖുപുഷ്പമുണ്ട്. ഇതുകൊണ്ട് ഇത് ഞങ്ങൾ ഇവിടെ ഇതിന്റെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കും. ശംഖുപുഷ്പം പിഴിഞ്ഞ് വെള്ളത്തിൽ ചേർത്ത് അതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇവിടെ ഒരു സ്വിങ് ഉണ്ട്. ഇതൊരു വള്ളിക്കുടിലാ. വയനാട്ടിൽ ഞാനൊരു ട്രെയിനിങ്ങിന് പോയപ്പോൾ ചുരത്തിൽ വെച്ച് വണ്ടി കേടായി. അപ്പം അവിടെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു മരത്തിൽ മുഴുവൻ ഒരു വള്ളി കയറി പറ്റി പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ട്. ഉടനെ പോയി അതൊന്നൊരു കമ്പ് പൊട്ടിച്ച് കൊണ്ടുവന്നു ആ ചെടിയുടെ. അതാണ് ഇത്. അത് വെച്ച് നമ്മളൊരു കുടിലുണ്ടാക്കി അതിനകത്തൊരു ഊഞ്ഞാൽ വെച്ച്. ഇത് നാരങ്ങയാണ്. ഇനി ഇവിടെ ഉള്ള ചെടികളൊക്കെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് നാരങ്ങ, ഇത് കറുവേപ്പില, ഇത് കരിമീൻ കേട്ടോ. ഇതിലൊരു 5-6 കരിമീനുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. കോയി കാർപ്പുണ്ട്, കരിമീനുണ്ട്, വലിയ കരിമീനുകളാ. ഓക്കെ, സമാധാനമായിട്ട് ജീവിക്കുക. കറിവേപ്പില, ഇത് മൾബറി, ബെറി വർഗത്തിൽ നമ്മൾ കോമൺ ആയി കാണുന്ന ഒരു സാധനമല്ലേ. ഇത് ഷുഗർ ചീര എന്ന് പറയും, അകത്തി ചീര എന്നൊക്കെ പറയും. ആ ചീരയാണ്. ഞങ്ങൾ നല്ല ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നവരാണ്. അതെ അതെ, ഉപ്പേരി വെക്കുന്ന. ഇത് നിൽക്കുന്നത് ഒരു ചീരയാണ്. ഇതിന്റെ പേരാണ് മെക്സിക്കൻ ചീര. ഇതോ? ചായ മൻസ എന്ന് പറയും. ഇതിന്റെ പേര് ചായ മൻസ. കുറച്ച് ശ്രദ്ധിക്കണം, ഇതിലൊരു പാലുണ്ട്. ഈ പാല് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് പറിച്ച് വെള്ളത്തിലിട്ട് ഈ പാലൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു 2-3 മണിക്കൂർ ഇട്ട് അതിനുശേഷം ഇല മാത്രം എടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല ചീരത്തോരനായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇത് കുറച്ച് ഔഷധ ചെടികളൊക്കെ ഒരുമിച്ച് വളർത്തിയിരിക്കുക. എഴുതിയിരിക്കുന്നുണ്ട് അവിടെ. തുമ്പ, തുളസി, കുടമുല്ല, മുക്കുറ്റി. ഈ കുടമുല്ല എന്ന് പറഞ്ഞാൽ കുടമുല്ല ഒരു ടൈപ്പ് മുല്ലയാണ്. അത് കാണിച്ചു തരാം, ഞാൻ അവിടെ ഉണ്ട്. കാട്ടുമഞ്ഞൾ, ഇതാണ് കാട്ടുമഞ്ഞൾ. ഓക്കെ. ഈ നിൽക്കുന്ന എന്താണെന്നറിയോ? ഇത് കംപ്ലീറ്റ് കർട്ടൻ ക്രീപ്പർ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പടർന്ന് പന്തലിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് ഞാൻ പറയില്ല, ഞാൻ മണം മാത്രം തരാം. ഇതെന്താന്ന് പറയണേ. ഇത് കുളിക്കുമ്പോൾ ഇതിലൊരെണ്ണം ഇങ്ങനെ ഒന്ന് കശക്കിയിട്ട് ആ വെള്ളത്തിലിടും. ഇതെന്താ? ഇത് മറ്റേ പുൽത്തൈലം. ഇതെന്നാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. തൈലപ്പുല്ലെന്ന് പറയും. ഇത് നമ്മൾ പുഴവക്കിൽ കാണുന്ന കൊറ്റിപ്പൂ എന്നൊക്കെ പറയുന്ന ഒരു സാധനമില്ലേ, ഇതിലാണ്. അത് പാടത്തൊക്കെ ഉണ്ടാവും, പുഴയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇവിടെ അണ്ണാൻ കൂട് കൂട്ടി. ഇത് കണ്ട അത് കേടൊന്നും അവരൊക്കെ പോയി. അണ്ണാനുണ്ടല്ലോ ഉള്ളിൽ. ഇതിൻ്റെ വീണ കുട്ടി നമ്മുടെ കയ്യിലുണ്ട്, കുഞ്ഞുകുട്ടി. ഇനി ഇവിടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, കാണാനുള്ളൊരു സ്ഥലമാണ്. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് നമുക്കിങ്ങനെ ഇരിക്കാൻ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യണോ? ഇത് നമ്മുടെ മറ്റൊരു സ്പോട്ടാണ്. ഇത് കൊള്ളാട്ടാ. ഇതല്ലേ പറഞ്ഞ വള്ളിക്കുടിലുകൊണ്ട്? അതെ, വയനാടൻ വള്ളിക്കുടിൽ. ഇത് നമുക്ക് യാത്രയിൽ കിട്ടിയതാണല്ലോ. ഇത് ഇവിടെ മിക്ക സാധനം യാത്രയിൽ നിന്ന് കിട്ടിയതാ. അവിടെ ഗേറ്റിൽ കെട്ടിയ ഒരു സാധനം കണ്ടല്ലോ, ഒരു വള്ളി. അത് കുറച്ച് ഉണങ്ങി കിടക്കുന്നു. പെട്ടെന്ന് മഴ പെയ്ത് പെട്ടെന്ന് വെയിൽ വന്നാൽ അത് ഉണങ്ങും. അത് ഞങ്ങൾ മലക്കപ്പാറ ചുരത്തുനിന്ന് പറിച്ചുകൊണ്ടുവന്നതാണ്. അതും ഒരു കാട്ടുചെടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി, ഇവിടെ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റുകൾ നട്ടുപിടിപ്പിച്ചൊരു പരിപാടിയല്ല. നിങ്ങൾ കണ്ടില്ല, ആല് കണ്ടു. അതുപോലെ ഇവിടെ മിക്ക സാധനങ്ങളും കാട്ടിലെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചെടികൾക്ക് ഇവിടെ റോയൽ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ഒരു സ്ഥാനം കൊടുത്ത് അതിലൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ ഇതൊക്കെ ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണല്ലോ. ഒരു വസ്തു അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത് അത് റൈറ്റ് പൊസിഷനിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ യഥാർത്ഥ വാല്യൂ, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾക്ക് അവിടെ വാല്യൂ ഉണ്ടാവില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ കുഴപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ നിങ്ങളുടെ പ്രശ്നമല്ല അത്. നിങ്ങൾ ശരിക്കും എവിടെ ആയിരിക്കണമോ അവിടെ പോയാൽ നിങ്ങൾ ആ വാല്യൂ അവിടെ കിട്ടും. അത് ഈ ചെടി അതിനൊരു ഉദാഹരണമാണ്. ഇത് കാട്ടിൽ നിൽക്കുമ്പോൾ അത് ഒരുപാട് ചെടികളുടെ കൂട്ടത്തിലൊരു ചെടി. പക്ഷെ ഇവിടെ ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, നമുക്ക് ഇരിക്കാനൊരു തണലാണ്. അപ്പോൾ
പൊസിഷനിങ് ചെയ്യുക. അല്ല ചെടി ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്ന എല്ലാ ചെടിയും ഒരു കാലത്ത് കാട്ടുചെടിയായിരുന്നു. നമ്മൾ ചൂസ് ചെയ്തതാണ് അതെന്ന്. കുറേയൊക്കെ മനുഷ്യൻ അതിൽ കുറേ മാറ്റം വരുത്തി. ഇവിടെയും ആ ഒരു സ്ഥാനം കാട്ടുചെടികൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നു. ആ കാണുന്നതില്ലേ, അത് ശംഖുപുഷ്പത്തിൻ്റെ ഒരു ആർച്ചാണ്. അതിൽ വെള്ള ശംഖുപുഷ്പവും വയലറ്റ് ശംഖുപുഷ്പമുണ്ട്. ഇതാണ് നമ്മൾ ഇവിടെ കുടിക്കുന്ന ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു സാധനം അതിലുണ്ട്. ഡ്രിങ്ക് കൊണ്ടുവരുമോ? ശംഖുപുഷ്പ ചായ കാപ്പി എന്നൊക്കെ പറയും. ഇത് ചായ കാപ്പി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശംഖുപുഷ്പ വെള്ളം. പാമ്പല്ലല്ല, അല്ല, ഓന്ത. 2 ഓന്തുകൾ ചേരുക. ഇണയരണോ? അടിപൊളി. ആരും കാണാതെ ഇണയരാണ് 2 ഓന്ത് വന്ന് പെട്ടേക്കുന്ന ജാങ്കോ സ്പേസിന്റെ ക്യാമറയുടെ മുമ്പിൽ. എടാ രക്ഷപ്പെട്ടോ. ഇത് ശംഖുപുഷ്പം. നമ്മളതിൽ നല്ല ഹോട്ട് വാട്ടർ ഒഴിക്കുന്നു. ഓക്കെ, കുറച്ച് ഒഴിച്ചാൽ പോരെ? ഒഴിക്കുന്നു കുറച്ച് നേരം. ഇതില്ലേ, ഈ ശംഖുപുഷ്പം മഴക്കാലമായി കഴിഞ്ഞാൽ അതിൻ്റെ കളറൊന്നും മങ്ങും. വേനൽക്കാലത്താണെങ്കിൽ ഇതിന് നല്ല ബ്ലൂ കളർ ഉണ്ടാവും. മഴക്കാലമാകുമ്പോൾ ഇത് അധികം ഉണ്ടാവില്ല. ഉള്ളത് തന്നെ കുറച്ച് കളർ കുറവായിരിക്കും. ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്തിങ്ങനെ പിഴിയാം കേട്ടോ, കളറ് കിട്ടാൻ. ഇതിന്റെ പ്രത്യേകത എന്താ? ശംഖുപുഷ്പട്ടിയുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണ്. ഇതിന്റെ പല വേരും എനിക്ക് അത്ര ആയുർവേദം ആചാര്യനൊന്നും അല്ലാത്തതുകൊണ്ട് അറിയില്ല. പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എനിക്ക് ഗുണം തോന്നിയിട്ടുള്ളത്, എനിക്ക് പെട്ടെന്ന് നല്ലൊരു വയറ് നമുക്കൊന്ന് ക്ലീൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോർണിംഗിലൊക്കെ. ഇതാണല്ലോ ഇപ്പം ഇതിൻ്റെ കളർ കാണുന്നില്ലേ, ബ്ലൂ. ഇനി ഇതൊന്ന് പിടിക്കൂ. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരൊഴിക്കാം. അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് കണ്ടോ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇത് കുടിക്കുക എന്നുള്ളതിനൊക്കെ ഉപരി ഇതെല്ലാം ഒരു രസമല്ലേ. ഈ കളർ മാറ്റി കളിയൊക്കെ കണ്ടോളൂ. ഈ കളർ മാറി ഇത് കണ്ട. അത് വയലറ്റ് ആയില്ലേ? വയലറ്റ് കളറായി. ബ്ലൂ ഉണ്ടായിരുന്നപ്പോൾ വയലറ്റ് ആയി. ഇനി അതിന് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കില്ല കേട്ടോ. ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമ്മൾ തേനാണ് ഉപയോഗിക്കുക. അത് നല്ല ചൂടുണ്ട്. ഇപ്പം നമുക്ക് കുടിക്കാൻ പറ്റുണ്ടാവില്ല. പറ്റുവാണെങ്കിൽ ഒരു ചെറിയൊരു സിപ്പ് കുടിച്ചു നോക്കിക്കോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. അപ്പൊ ഇതായിരുന്നല്ലേ ശംഖുപുഷ്പട്ടി? ടീ എന്ന് പറയരുത്, ശംഖുപുഷ്പ നീര്. കൊള്ളാട്ടോ, അടിപൊളി. ഇതൊക്കെയാ ലൈഫ്. വീട്ടിൽ നിന്ന് തന്നെ ശംഖുപുഷ്പം പറിക്കുന്നു, ഇതുപോലെ അതിന്റെ നീര് പിഴിഞ്ഞ് ഇതുപോലെ വെള്ളം ഉണ്ടാക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നമ്മളിവിടെ ട്രെയിനിങ്ങിനൊക്കെ വരുന്നവരോട് പറയുന്നൊരു സാധനം ഉണ്ടേ, നിങ്ങളിവിടെ വാ, ഇവിടെ ഒരു ദിവസം താമസിക്കുക. എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഒരിക്കലെങ്കിലും പങ്കെടുത്തവർക്ക് ഞാൻ കൊടുക്കുന്നൊരു വാഗ്ദാനമാണ്. എന്താ അതിനെ പറയുക, ഒരു ഓഫർ. നിങ്ങൾക്ക് ഇവിടെ വരാം, ഫാമിലി ആയിട്ട് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് വരാം. ഇവിടെ വരുന്നതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇവിടെ ഇരുന്ന് വെള്ളമടിക്കാമെന്ന് വിചാരിച്ച് വരാൻ പാടില്ല. സമാധാനത്തിന് വേണ്ടി ഇവിടെ സമാധാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പ്രകൃതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് പരദൂഷണങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ആര് തമ്മിൽ ഒരു തരത്തിലുള്ള വിവേചനങ്ങളില്ല. പിന്നെ ഇവിടെ ഇല്ലാത്ത വേറൊരു പ്രധാന സാധനം, ഇവിടെ ജഡ്ജ്മെൻ്റ് ഇല്ല. ഇവിടെ ആരും ജഡ്ജ് ചെയ്യില്ല. എല്ലാവരും അവരവരായി കാണാം. ഇതൊക്കെ പഠിക്കണോ? ഇതുപോലത്തെ സാധനങ്ങൾ കുടിക്കണോ? നേരിട്ട് പറിച്ച് പഴങ്ങൾ കഴിക്കണോ? അതൊക്കെ അനുഭവിക്കുക. മൃഗങ്ങളെ പരിപാലിക്കണോ? ഇവിടെ വരാം. ഇവിടെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്കിവിടെ ഒരു റുട്ടീനുണ്ട്. നമ്മൾ അതൊക്കെ മുടക്കിയിട്ട് അവരുടെ റുട്ടീനിലേക്ക് പോവില്ല, നമ്മുടെ റുട്ടീനിലേക്ക് വരണം. നിങ്ങൾ ഒരു ദിവസം ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ മൃഗങ്ങളെ പരിപാലിക്കാം, ഞങ്ങളുടെ കൂടെ ചെടി നനയ്ക്കാം, ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കാം, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാം. അങ്ങനത്തെ ഒരു ഓഫറാണ്. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരു പേഴ്സണൽ ഓഫർ കൊടുക്കാറ്. ആരായാലും ലൈഫിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. എന്താ പറയുക, അത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടം. പലരും ആഗ്രഹിക്കും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കണം, പക്ഷെ അത് നടക്കില്ല. എന്നാൽ എവിടെയെങ്കിലും പോയി ഇതേപോലെ ഒരു ദിവസം ചെലവഴിക്കണം എന്ന് വിചാരിക്കും. അത് പിന്നെ നടക്കാറുണ്ട്. അതും പ്ലാൻ ചെയ്യും, ഒരു 10% അത് നടക്കുന്നുള്ളൂ. പക്ഷെ ഇത് കൊള്ളാട്ടോ, അടിപൊളി. എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രകൃതി രമണീയമായ ജീവിതം ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. ഇങ്ങനത്തെ ആളുകൾക്ക് പറ്റിയ വൈബാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സമാധാനം, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് സമാധാനമുണ്ട്, ഞങ്ങളത് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് ഉപയോഗിക്കാം. അതെ. നമുക്കൊരു അടുത്ത ഏരിയ പിടിച്ചാലോ?
ഓക്കെ. ഇത് നമ്മുടെ ഫയർ യാർഡ്. ഇവിടെ നമ്മളുടെ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രോഗ്രാംസ് നടക്കുമ്പോഴൊക്കെ രാത്രിയിൽ തീയൊക്കെ കൂട്ടി ഇവിടെ തീയൊക്കെ ഇട്ട് ചോളമൊക്കെ ഇല്ലേ, ചോളം അതൊക്കെ ചുട്ട് ചെറുനാരങ്ങയും മുളകൊക്കെ തേച്ച് വായിൽ വെള്ളം വരുന്നുണ്ടാ അങ്ങനെ വരുന്നു. അതുപോലെ കിഴങ്ങ് പുഴുങ്ങും, അങ്ങനത്തെയൊക്കെ വെജിറ്റേറിയൻ ഐറ്റംസ് ഇട്ടാ. ചിക്കനൊന്നും പുഴുങ്ങാറില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പരസ്പരം വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനുള്ള ഒരു നൈറ്റ് സ്പോട്ടാണ് വാസ്തവം. ഫയർ യാർഡ് എന്ന് വിളിക്കും ഞങ്ങളിവിടെ. സോളാറിലാണോ ഈ ലൈറ്റ് ഒക്കെ? കുറച്ച് ഇലക്ട്രിസിറ്റിയിലും ഉണ്ട്, സോളാറിലും ഉണ്ട്. കാരണം അഥവാ കറണ്ട് പോയാൽ നമ്മൾ ഇരുട്ടിലാവരുതല്ലോ, കുറച്ച് സോളാർ ചെയ്ത്. ഇത് കോൺക്രീറ്റ് ആണോ? ഇത് ഞാനും എൻ്റെ വൈഫും കൂടെ ഉണ്ടാക്കിയതാണ് ഈ ഇരിപ്പിടങ്ങൾ മുഴുവനും. ഇതൊക്കെയോ? ഞങ്ങൾ തന്നെ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതെന്താണെന്നറിയോ സാധനം? ഈ കമ്പിവേലിക്ക് കുത്തുന്ന പോസ്റ്റുകളില്ലേ, അതിനെ 4 എണ്ണത്തിനെ വെച്ച് കെട്ടി സിമെന്റ് ഇട്ട് ഇങ്ങനെ ഒന്നാക്കി പെയിന്റ് അടിച്ചിരിക്കും. ഈ അടിയിലിരിക്കുന്നതൊക്കെ ഈ തൂണുകൾക്ക് കൊടുക്കുന്ന ഡെക്കറേഷൻസ്. ഇവിടെ കാണുന്ന ഒരുവിധം എല്ലാ വർക്കുകളും ഞങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന കേട്ടോ, അല്ലാതെ വർക്കേഴ്സിനെ വെച്ച് ചെയ്യുന്നൊന്നല്ല. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വ്യായാമം. രാവിലെ എഴുന്നേൽക്കുക, തോട്ടങ്ങൾ ശരിയാക്കുക, കാട് വെട്ടുക, അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടികൾ ഇവിടെ. രാവിലെ കുറച്ച് സമയം എന്നും മുരിങ്ങ എല്ലാം ഇവിടുന്ന് തന്നെ നമ്മൾ തന്നെ നട്ട്, നമ്മൾ തന്നെ കുറച്ച്, നമ്മൾ തന്നെ കഴിക്കും. ഓക്കെ. ഒരു സെൽഫ് സഫിഷ്യന്റ് ലൈഫാണ് എൻ്റെ ഉദ്ദേശം. എത്രത്തോളം നടക്കും അത്രത്തോളം ചെയ്യുക. അടിപൊളി. എല്ലാം നടക്കണം എന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ, ഇതൊക്കെ എല്ലാ കാര്യവും ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കില്ലേ? എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല, പറ്റുന്ന കാര്യം ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ ലൈഫ്. ഇത് മൾബറി. സത്യത്തിൽ ഇത് ഫുള്ള് നമ്മൾ കഴിക്കില്ല, കൂടുതലും അണ്ണാനാണ്. പിന്നെ നമ്മൾ കഴിക്കുന്നതിന്റെ ടേസ്റ്റ് എന്താ? ഇതാ കഴിച്ചു നോക്കിയാ. പഴുത്തിട്ടുണ്ടോ? അത് പഴുത്തതാ. ഇതോ? 2 എണ്ണം പറിച്ചു. ഇതല്ലേ? നന്നായി പഴുത്തിട്ടില്ല, എന്നാലും കഴിക്കാൻ കൊള്ളാം. പഴുത്തത് ബ്ലാക്ക് കളറാവും. നല്ല ടേസ്റ്റ്. മൾബറി. ഇത് വെട്ടിക്കളയറൊക്കെ ആയി. ഇത്ര ഉയരത്തിൽ വിട്ട കായ ഉണ്ടാവില്ലേ? പുളി മധുരവും കൂടി മിക്സ് ആയല്ലേ? ഇത് നല്ല പഴുത്താൽ അതിന്റെ പുളി കംപ്ലീറ്റ് പോകും. നല്ല മധുരവും. പിന്നെ നാവൊക്കെ വയലറ്റ് കളറാവും കേട്ടോ. ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാവും. ഇതിൽ കണ്ണമ്മീനും ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഉള്ളിൽ വേറൊരു ലോകമാണ്. പുറമേ നമ്മൾ കുറെ ജീവികളൊക്കെ ഉണ്ടല്ലേ, കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉള്ളിലാ. വീട്ടിനുള്ളിൽ പോവാം. മുയല്, ബേർഡ്സ് ഉണ്ട്, അണ്ണാനുണ്ട്. അവരൊക്കെ ഫ്രീ ആണ് അവിടെ, കൂട്ടിലൊന്നുമല്ല, എല്ലാം ഓപ്പൺ ആണ്. ഇത് വേറൊരു ആവാസ വ്യവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിനകത്ത് കയറാം. യെസ്. ഓക്കെ. ഇതാണ് നമ്മുടെ ആന്തരിക ലോകം. ഇവിടെ ആരാണ്? ഇവിടെ ഇവരാണ് ഇവിടുത്തെ സ്റ്റാർസ്. അയ്യോ, അടച്ചിടണം, അല്ലെങ്കിൽ ഇവരെല്ലാം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേരുണ്ടല്ലോ. അതെ. ഇതാരൊക്കെ? ഹലോ, മീനായിട്ട് വളർത്താൻ പറഞ്ഞിരിക്കണോ? ഇത് കുഞ്ഞുകുട്ടിയാ. ആണോ? 1 മാസമായിട്ടേ ഉള്ളൂ. ഇദ്ദേഹമാണ് ഇവിടുത്തെ സീനിയർ. ഇദ്ദേഹം ആരുമായിട്ടും പെട്ടെന്ന് കമ്പനിയോ? കൊത്തൂല്ലോ? കൊത്തൊന്നുമില്ല. അയ്യോ, കൊത്തൂല്ലേ? കൊത്തൂല, പാവാ. അതാ പറന്നു വന്നു കേട്ടാ. ഇത് ടുട്ടു. ആളല്പം ഇൻട്രോവർട്ടാണ്, പക്ഷെ എന്നാലും പരിചയപ്പെട്ടാലൊക്കെ കയറി വരും. അധികം സംസാരിക്കുന്നില്ല. ടുട്ടു ടുട്ടു. സിംബ ഒരു 3 മാസമായിട്ടുണ്ടാവുള്ളൂ ആൾക്ക്. അവിടെ അവിടെയുള്ള മുയലിന്റെ ഒരു കുട്ടിയാണിത്. ഇവരെല്ലാം ഇരിക്കും. അത് കുഞ്ഞുകുട്ടി. കുഞ്ഞാണ് ഇത്, വളരെ കുഞ്ഞാണ്. ഇതിനെ ചിറകൊക്കെ മുളയ്ക്കുന്നുള്ളൂ അല്ലേ? അതെ, കഴുത്തിലൊക്കെ വരുന്നേ ഉള്ളൂ. ഹലോ. ആളിനെ തിന്നെ ഉറങ്ങുക, ഇതാണ് മെയിൻ ഹോബി. ഇത്ര ഇണക്കുണ്ടല്ലേ? നല്ല കമ്പനിയാണ്. അതായത് അവർക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മളാണല്ലോ, അപ്പൊ അവരെവിടെ വേണമെങ്കിലും കയറുക. സിംബ എല്ലാം കൊള്ളാടോ. ഇത് കലക്കി. ഇവന്റെ പേരെന്താ? ഇത് ടുട്ടു. ടുട്ടു. അത് ചക്കി. ചക്കി. ഒരു ടിഷ്യൂ എടുത്തേ.
അപ്പിയിട്ടുണ്ട്. വന്നപ്പോ തന്നെ അതിന് മനസ്സിലായി കേറി വന്നതിനുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാ. ഈ പടക്കമൊക്കെ പൊട്ടിയപ്പോ പേടിക്കൂല്ലോ നിങ്ങള്? പടക്കം പേടിയാണ്. പിന്നെ ചെണ്ട കൊട്ട് പെട്ടെന്ന് ഈ പറയെടുപ്പ് പോലെയുള്ള പരിപാടികൾക്ക് ചെണ്ടയും കൊണ്ട് വരില്ലേ, അപ്പോഴൊക്കെ പേടിക്കും. ഞാനിവിടെ ഉത്സവ ദിവസം ഇവരെ എങ്ങനെ അകത്തോടുന്നു, എല്ലാവരും അകത്തോടുന്നാക്കും ചാവാതിരിക്കാൻ. അതുകൊണ്ട് ഞാനൊരു വെടിക്കെട്ട് വിരോധിയാണ്. കാരണം നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഇവിടെ ഈ അമ്പലത്തിന്റെ ഉത്സവത്തിന് പടക്കം പൊട്ടിക്കും. അതിവിടെ ഭയങ്കര ശബ്ദത്തിൽ കേൾക്കുകയും ചെയ്യൂലേ? ഗ്രാൻഡ് വെടിക്കെട്ടാണ് ഇവിടുത്തെ. ഈ വർഷം ഉണ്ടായില്ല കേട്ടോ, മറ്റേ അപകടം കാരണം. തൃശ്ശൂർ പൂരത്തിന് ശേഷമാണ് ഇവിടുത്തെ ലാസ്റ്റ് പൂരമാണ്. ഈ കേരളത്തിലെ ലാസ്റ്റ് പൂരം എന്ന് പറയാം. ആണ് ഇവിടുത്തെ പൂരം, പറക്കോട്ട് പൂരം. അപ്പൊ ഇതാരൊക്കെയാണ്? ഇത് ചക്കി. ചക്കി തന്നെ. ഇത് മിക്കി ഇസ് എ സീനിയർ ബേർഡ്. മിക്കി ടോക്കറ്റീവ് ആണ്, നല്ലപോലെ സംസാരിക്കും. നമ്മളോട് അവളുടെ പേരൊക്കെ പറയും. മിക്കി 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 കുട്ടി, മിക്കി കുട്ടി. കൊള്ളാലോ, കിരീടമൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ ഓരോ ഇമോഷനും ഇതെന്ന് മനസ്സിലാക്കാം. ഇവരുടെ ഇമോഷൻസ് മാറുമ്പോൾ ഈ പൂവ് നിൽക്കുന്ന ഷേപ്പ് ഇങ്ങനെ മാറും. പൂവ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും, ചിലപ്പോ ദേഷ്യം വരുമ്പോ അങ്ങനെ വരും. ക്യൂരിയസ് ആകുമ്പോ ഇങ്ങനെ പൊങ്ങി നിൽക്കും, നല്ല ഇണക്കമുള്ളപ്പോ ചായഞ്ഞു നിൽക്കും. യോഗയൊക്കെ ചെയ്യും. നല്ല ടോക്കറ്റീവാണ് ആള്, നല്ല കമ്പനിയാണ് നമ്മളായിട്ട്. നമ്മളൊരു യാത്രയൊക്കെ പോയാലില്ലേ, തിരിച്ചു വരുമ്പോ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. നേരം മിസ് ചെയ്ത് കഴിഞ്ഞ ആൾക്ക് നല്ല ബഹളമായിരിക്കും. ഇവിടെ അങ്ങനെ ഓപ്പൺ ആയിരിക്കും കൂടുതലും. ജനത്തിരക്കുള്ള ദിവസം മാത്രം അവളെ ഒന്ന് കൂട്ടിലാക്കുള്ളൂ. ക്യാമറയിലൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ആൾക്ക് ഷോൾഡർ ആണ് ഏറ്റവും ഇഷ്ടം. ഷോൾഡർ, തല. ഈ ഇരിക്കുന്ന ആള് ചക്കി വാടാ. ഏറ്റവും ചെറിയ ആളാണ്, 1 മാസമായിട്ടേ ഉള്ളൂ. ചക്കിക്കുട്ടി ഹാൻഡ് ഫീഡിങ് ചെയ്തോണ്ടിരിക്കുക ചക്കിയെ. ഇവര് അടിയൊന്നും ഉണ്ടാക്കൂലേ? ഒരു കുഴപ്പമില്ല. തൊട്ടു വാടാ. അതല്ല ഇൻട്രോട്ടാന്ന് പറഞ്ഞത്. അതെ, ആള് ഇത്തിരി അത്ര പെട്ടെന്നൊന്നും എടുത്തവരൊന്നുമില്ല. ഹരിയുടെ കൂടെ നല്ല കമ്പനിയാണ്. നമ്മളോട് ഒത്തിരി ഒന്ന് എതിർപ്പൊക്കെ കാണിക്കും, പിന്നെ അങ്ങ് ഇണങ്ങും. ഡിസൈൻ വെള്ളയും ഗ്രേയും കൊള്ളാം. ആഹാ, അടിപൊളി. സിംബ. ഇവര് വിചാരിച്ചേക്കണ ഞാനെന്തോ പടർന്നു നിൽക്കുന്ന വൃക്ഷം ഒന്നാണ്. എല്ലാവരും ഇരുന്നോടാ. സിംബ അത്യാവശ്യം ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ആളല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഈ ഫുൾ ടൈം വൈഫിന്റെ പിന്നാലെ ആയിരിക്കും. അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട്. സിംബ കുട്ടാ, ഇതിന് എന്ത് പ്രായമുണ്ട്? 3 മാസം. 3 മാസം. ഇതിന് 3 മാസം പ്രായം. ഇതിന് 2 മാസം. നീ ഇവിടെ ഇരുന്നോ, അടുത്ത ആൾ പറഞ്ഞേ. 2 മാസം. ഇതെന്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന ആള് വന്നിട്ടുണ്ട്. ഇത് 21 ദിവസമായിട്ടുണ്ട്. ഇവന്റെ പേരെന്താ? പേരിട്ടിട്ടില്ല. ഇവന്റെ പേരിട്ടില്ല. ഇവന്റെ പേര് ഞാനിടാം. ഇവന്റെ പേര് ജാങ്കോ. യെസ്. ഇന്നോട്ട് ജാങ്കോ എന്ന് അറിയപ്പെട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേര്. ഓക്കെ. ഇനി ഒരു കുഞ്ഞനുണ്ട് ഇവിടെ. സ്പേസ് കൂടെ പേരിടായിരുന്നു. അതെ, ജാങ്കോ. ഇത് സ്പേസ്. അപ്പൊ ജാങ്കോ സ്പേസ് ഇവിടെ നമ്മൾ പുതിയ 2 പേർക്ക് പേരിട്ടിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ കുഞ്ഞു ലോകം. ഈ ഞങ്ങളുടെ റെസിഡൻസ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഈ ഒരു ഹാള്, ആ ബെഡ്റൂം, ഈ കിച്ചൺ. പിന്നെ എനിക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു ചെറിയ റൂമുണ്ട്. നമ്മുടെ ഈ സെക്ഷനൊക്കെ ആ റൂമിൽ ഇരുന്നിട്ടാണ്. ഈ ഓൺലൈൻ ക്ലാസ്സുകളും ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ റെസിഡൻസ് എന്ന് പറയുന്നത്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ അനിമൽസ് ഇവരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എനർജി വരുന്നുണ്ടോ? നോക്കിയ ഈ അമേരിക്കൻസിനെ കണ്ടിട്ടുണ്ടോ? അവരെപ്പോഴും പെറ്റ്സ് ഉണ്ടാവും. അവർക്കുണ്ടാവും. എനിക്ക് തോന്നുന്നത് 2-3 നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് സൈക്കോളജിക്കലി. ഒന്ന്, നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് ഞാൻ ആ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് എണീച്ച് ഇവിടെ വരുമ്പോൾ ഈ ഹാളിലേക്ക് വന്നാൽ ഇവരാണ് ഇവിടെ. ലോകം പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആവില്ലേ? ഇവർക്ക് മനുഷ്യനെ പോലെയുള്ള മൂഡ് നോക്കണ്ട, നമുക്ക് ഇവരുടെ മൂഡ് എന്തായിരിക്കും എന്ന് ചിന്തിക്കേണ്ട. ഇവരെപ്പോഴും ഗുഡ് മൂഡിലാണ്. പിന്നെ ഇവരെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ വരുന്നില്ല. ഇവരെപ്പോഴും ഹാപ്പിയാണ്, ഓടി കളിക്കുന്നത്, തിന്നാൻ കിട്ടും. സോ വളരെ പെട്ടെന്ന് നമ്മുടെ മൂഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിവുണ്ട് പെറ്റ്സിന്. ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസിൽ 4 കാര്യം പറയാറുണ്ട്. പെറ്റ്സിനെ വളർത്തുക, അക്വേറിയം സെറ്റ് ചെയ്യുക, ഗാർഡനിങ് ചെയ്യുക, ലവ് ബേർഡ്സിനെ വളർത്തുക. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മൾ ചിലപ്പോൾ
ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും ഒരു വീട്ടിൽ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടാവുള്ളൂ, ഇമോഷണൽ ട്രാൻസാക്ഷൻ. അതിന്ന് ഒരു ഇന്റർവെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരു നായ ഉണ്ടെങ്കിൽ, പൂച്ച ഉണ്ടെങ്കിൽ, നമ്മൾക്ക് സ്നേഹിക്കാൻ വേറൊരാൾ കൂടെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ പിണങ്ങി എന്ത് ചെയ്യും? ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചു, രണ്ടുപേരും തമ്മിൽ ഒന്ന് പിണങ്ങി. അപ്പോൾ നമ്മൾക്ക് ഇവരൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ലെന്നേ, മനുഷ്യൻ ഇങ്ങനെയാണ് സഹസ്രാബ്ദങ്ങളായി ജീവിച്ചിട്ടുള്ളത്. എല്ലാ അനിമൽസിൻ്റെയും കൂടെയാണ്. നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ജീവിക്കരുത് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മൾ ജീവിക്കുന്നിടത്തൊക്കെ ചെടികൾ വേണം, മൃഗങ്ങൾ വേണം, മൈൻഡിനെ ഹീൽ ചെയ്തത്. നേച്ചറുമായിട്ട് കണക്ട് ആയിരിക്കുമ്പോൾ ഹീലിംഗ് സ്പീഡ് കൂടുതലായിരിക്കും മൈൻഡിന്. ഇവിടെ അതാണ് എൻ്റെ അനുഭവം. എൻ്റെ അടുത്ത് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് ഇതുപോലെ പെറ്റ്സിനെ വളർത്തുന്ന ശീലം തുടങ്ങിയിട്ടുണ്ട്, ഗാർഡനിങ് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് അയച്ചൊരു വീഡിയോ ഫോട്ടോ ഞങ്ങളും തുടങ്ങി സാർ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ കുറെ പേരെ നമുക്കിപ്പോ ഈ ഒരുപാട് അസുഖങ്ങളൊക്കെ ഇപ്പൊ നമ്മള് സാർ എൻ്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അതെ, നമുക്ക് മെഡിറ്റേഷൻ കൊണ്ടൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെയല്ല, നമുക്ക് മാറ്റിയെടുക്കൽ ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യാത്ത ഒരാളാണ്. മെഡിറ്റേഷൻ കൊണ്ട് അസുഖം മാറ്റാമെന്നൊന്നും പറയുന്നില്ല. ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് വരുന്ന കുറേ ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങൾക്കും കുറേ മെൻ്റലായിട്ടുള്ള അസുഖങ്ങൾക്കും ഒരു റീസൺ ഉണ്ട്. എന്ന് വെച്ചാൽ ലൈഫ് വളരെ ടഫായി മാറുമ്പോൾ ഇതിനൊക്കെ പോസിബിലിറ്റി കൂടും. സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ഉണ്ടാകുമ്പോഴേ ഫിസിക്കൽ രോഗങ്ങളുടെയും സാധ്യത കൂടും. അത് എത്ര കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. സാധ്യതകൾ എത്ര കുറയ്ക്കാം, ഹൃദ്രോഗം വരുന്ന എത്ര കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ BP കൂടുന്ന എത്ര കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ റിലാക്സ്ഡ് ആവുക എന്നുള്ളത്. അതിനെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പാരസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞ 2 നെർവ് സിസ്റ്റം ഉണ്ട് നമുക്ക്. പാരസിമ്പത്തറ്റിക് നമ്മളെ റിലാക്സ് ചെയ്യും, സിമ്പത്തറ്റിക് നമ്മളെ ആക്റ്റീവ് ആക്കും. അപ്പോൾ നമ്മൾ ഇവരോടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പാരസിമ്പത്തറ്റിക് സ്റ്റേജിലാണ്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പാരസിമ്പത്തറ്റിക് സ്റ്റേജിലാണ്. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം. റിലാക്സ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങളിവിടെ വന്ന് 5 മിനിറ്റ് ഇരുന്നില്ലേ, ഈ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിന് ഒരു റിലാക്സേഷൻ വരുന്നില്ലേ? തീർച്ചയായിട്ടും. ഈ റിലാക്സേഷൻ നിങ്ങളെ ഞാനൊരു മെഡിറ്റേഷൻ പഠിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടും നിങ്ങൾ. സോ ദിസ് ഈസ് എ പ്രൈമറി ഗേറ്റ് വേ. പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുക, എല്ലാവരും കൂടെ ജീവിക്കുക, ഒരു ഇക്കോ സിസ്റ്റത്തിൽ ജീവിക്കുക. അടുത്ത സ്റ്റേജാണ് മെഡിറ്റേഷനൊക്കെ പഠിക്കുക. അതിലൂടെ കുറേ സ്ട്രെസ്സ് കുറയും. സ്ട്രെസ്സ് കുറഞ്ഞാൽ കുറേ അസുഖങ്ങൾ കുറയും. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് ഇത്രയും ആൾക്കാർ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇവർക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും, നമ്മളെ കണ്ട ഓട് നോക്കി. ഇതൊക്കെ നോക്കി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെ നോക്ക്, ആ എടുത്ത് അപ്പം ഇരിക്കുന്നത് എൻ്റെ കയ്യില്. എടാ, നിനക്ക് വല്ലോ വിചാരം ഞാൻ എവിടെ ഇരിക്കണേന്ന്? അവർ വളരെ കംഫർട്ടാണ് നമ്മുടെ. ഈ ബേർഡ് തന്നെ ഇതൊരു ഓസ്ട്രേലിയൻ പാരറ്റ് ആണ്. കൊക്കറ്റെയിൽ നമ്മൾ വിളിക്കും സാധാരണ. വൈൽഡാണിത്, വൈൽഡ് കാറ്റഗറി പെട്ട്. ഗ്രേ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ വൈൽഡ് പാരറ്റ് ആണ്. ഇവർക്ക് മനുഷ്യരുമായിട്ട് ഉള്ള ഒരു കമ്പനിയുടെ ഒരു വലിയ ഹിസ്റ്ററി തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ, നിങ്ങൾ ചില സൂവിലൊക്കെ പോയാലേ, സൂ അല്ല, ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളൊരു വലിയ റൂമിനകത്തേക്ക് കടത്തി വിടും, ഒരു വല നെറ്റിന്റെ, അത് നമ്മുടെ തലയിലൊക്കെ പാറി വന്നിരിക്കും. അവർ ഇത് ഈ കാറ്റഗറിയാണ് കൂടുതലും. പിന്നെ ഇവർക്ക് മനുഷ്യന്റെ ഷോൾഡറിൽ ഇരിക്കലൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ ഈ വീടിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പരിപാടി എന്താ അറിയോ, നമ്മൾ ഇത്തിരി തിരക്കിട്ട് ഓടുമായിരിക്കും ചിലപ്പോൾ. ആ റൂമിൽ നിന്ന് എണീച്ച് വേഗം ഈ റൂമിൽ പോയി ഒന്ന് ഷർട്ട് മാറ്റാനോ വല്ലതും പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഇവള് തോള് കയറിയിരിക്കും. തോളിന്ന് ഇറക്കി വിടാൻ പാടാണ്. കാരണം ഇവർക്ക് നമ്മുടെ ഷോൾഡർ വേണം. ഇതിപ്പോ പ്രീനിങ് ചെയ്യുവാണ്, അത് തൂവല് വൃത്തിയാക്കൽ പരിപാടിയാണ്. ഈ പ്രീനിങ് ചെയ്യണമെങ്കിൽ ഇവൻ ഏറ്റവും കംഫർട്ടായ ഒരു സ്ഥലത്ത് എത്തിയെന്ന് അവർക്കൊരു ഉറപ്പ് കിട്ടണം. അവരിപ്പോ ഇവിടെ വെച്ചാൽ പ്രീനിങ് ചെയ്യില്ല. ഇപ്പൊ നിന്റെ തോളിലിരുന്നപ്പോ അവൾ കംഫർട്ടായി. നീ കൊള്ളരുതാത്തവനല്ല എന്ന് മനസ്സിലായി. അവള് കംഫർട്ടായതിന്റെ ലക്ഷണമാണ്. അപ്പോഴേ പ്രീനിങ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ തൊടാൻ പോയാലില്ലേ സ്വഭാവം മാറും കേട്ടോ. കണ്ടോ, മനുഷ്യനോട് കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ശല്യം. അവിടിരുന്നു. ഇത് അവര് ചിറകൊക്കെ വൃത്തിയാക്കുക അല്ലേ? ഇവരുടെ വാലിന്റെ അറ്റത്ത് മൂട്ടില് ഒരു മ്യൂക്കസ് ഉണ്ടാവുന്നുണ്ട്, ഒരു തരം ഒരു മെഴുക്ക്. അതിനെ അവർ എടുത്ത് ഈ ഫെദറിലെല്ലാം തേച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു എന്തോ ഒരു സർവൈവൽ സ്കില്ലാണ്. മീൻസ് മഴ നനഞ്ഞാലൊക്കെ അധികം വെള്ളം തട്ടാതെ ഒഴുകിപ്പോവാൻ എന്തോ ആയിരിക്കണം. അവരുടെ ഉള്ളിൽ ശരീരത്തിൽ ഒരു നെയ്യ് എല്ലായിടത്തും പുരട്ടുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഫെദർ ക്ലീനിങ്ങും ഉണ്ട് അതിൽ.
അവിടെ ഒരാൾ മുഖമൊക്കെ തുടച്ച് ക്ലീൻ ആക്കണം. പുള്ളി ഭയങ്കര ക്ലീനിങ്ങിന്റെ ആളാണ്. ഫേസ് വാഷ്. അതെ. ഇതിനൊക്കെ ഇപ്പൊ യാത്രകളൊക്കെ പോകുമ്പോ ആരാണ് ഇതിനൊക്കെ നോക്കുക? പിന്നെ യാത്ര സമയത്ത് ഇവിടെ നമ്മുടെ ഹരി ചേച്ചിയൊക്കെ ഉണ്ടാവും. ഞാനും വൈഫും കൂടെ എല്ലായിടത്തേക്കും യാത്ര പോകുള്ളൂ. അപ്പൊ ഞാൻ പോയാൽ എന്റെ വൈഫുണ്ടാവും. എന്റെ മാനേജറും കൂടെയാണ് ആള്. എടാ ഒന്നും ഉണ്ടായിരിക്കും, എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ സംസാരിക്കട്ടെ. എനിക്ക് തോന്നുന്നു മൈക്ക് വെച്ചിട്ടില്ല ഇവർക്ക്, അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കണേ. കാരണം നിങ്ങൾക്ക് മൈക്ക് തരാട്ടാ. അപ്പോ റെഗുലർ ആയിട്ട് എന്റെ കൂടെ ഇതിനെ പരിചരിക്കാൻ വൈഫാണ്. വൈഫിന് നമ്മള് ഇവിടെ വരൂ, ഇവിടെ ഇരുന്നോ, സിംബ നീങ്ങ്. ജാങ്കോ ഇവിടെ വാ. എന്റെ പേര് ജാങ്കോ എന്നാക്കി. പേരെന്തായിരുന്നു? രോഹിണി. ഓക്കെ. ഈ ചെറുപ്പം മുതൽ പെറ്റ്സിനെ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ആളുടെ കൂടെ കൂടുന്നത് വരയ്ക്കും ടച്ച് ചെയ്യാൻ പോലും പേടിയുള്ള ആളായിരുന്നു. ദൂരെ നിന്ന് കാണാൻ ഇഷ്ടമാണ്. അടുത്തേക്ക് വരില്ലായിരുന്നു. ഇപ്പൊ എല്ലാം സെറ്റായില്ലേ? ഇവരായിട്ടുള്ള ആ ഒരു എന്താ പറയാ, ആ മൊമെന്റ് എന്താ ഫീൽ ചെയ്യാറ്? മൊമെന്റ് ഇൻ ദ മീൻസ് നമുക്ക് മോർ ദാൻ ഹ്യൂമൻ ബീയിങ്സ് നമ്മളുടെ ജഡ്ജ്മെന്റ് ഇല്ലല്ലോ ആനിമൽസിന് ഒരിക്കലും നമ്മളെ. അപ്പോ ആ ഒരു ക്ലാഷ് നടക്കാത്തത് കൊണ്ട് ഭയങ്കര സുഖമാണ്, കംഫർട്ടാണ്. പ്രശ്നമില്ല, നമുക്ക് എന്ത് വേണേലും പറയാം, റിലാക്സ്ഡ് ആണ്. തീർച്ചയായിട്ടും. ആ ഒരു നേരത്തെ സാറ് പറഞ്ഞായിരുന്നു, ഇപ്പൊ നമ്മുടെ രണ്ടുപേരുള്ള ഒരു വീട്ടിൽ ഒരാളും കൂടി ഒരു പെറ്റ് ഉണ്ടെങ്കിൽ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെറ്റിനായിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാം. ഒരുപാട് ഓപ്ഷൻസ് അങ്ങനെയാണ്. അതിനാണ് പെറ്റ് വളർത്തുന്നത്. ഞാൻ ഈ പെറ്റിനൊരു ചെറിയ പ്രശ്നമായിട്ടേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഈ പക്ഷിയുടെ കാര്യം ഞാൻ ഡോക്ടറോട് സംസാരിക്കായിരുന്നേ. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇത് ഒരു പെണ്ണാണ്, അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഇണയില്ലാതെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനൊരു ആണിനെ വാങ്ങിക്കൊടുത്തു. ഇപ്പൊ അവർ രണ്ടുപേരും കൂടെ നല്ല കമ്പനിയാണ്. അപ്പൊ ഡോക്ടർ എനിക്ക് ഉപദേശം തന്നു, എന്തിനാണ് പെറ്റിനെ വളർത്തുന്നതെന്നുള്ള ആദ്യം ക്ലിയർ ആയിരിക്കണം. അവർക്ക് ഇണയെ വാങ്ങിക്കൊടുക്കുക, ഇണയുടെ കൂടെ ജീവിക്കുക, പിന്നെ അവർ കുട്ടിയാവുക, പിന്നെ അവർ പെരുകുക, അതല്ല പെറ്റിന്റെ ഉദ്ദേശം. അതാണെങ്കിൽ അത് ചെയ്തോളണം. പെറ്റിന്റെ ഉദ്ദേശം നമ്മുടെ റിലാക്സേഷനാണ്. അവർക്ക് ഫുഡ് കൊടുക്കുക, ഷെൽട്ടർ കൊടുക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക, നമുക്ക് അവരിൽ നിന്നൊരു റിലാക്സേഷൻ കിട്ടും. ആ ഉദ്ദേശം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനിങ്ങനെ ബ്രീഡ് ചെയ്യലോ അങ്ങനെ പോകരുത്. നമ്മൾ അവരെ ഷൂല് നിന്ന് ചിന്തിക്കാൻ നിൽക്കരുത്. അവർ കംഫർട്ടാണ്, അവർക്ക് തീറ്റ കിട്ടുന്നുണ്ട്, അവരെ അടച്ചു കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല, പിന്നെ അവരെ ഒരു ജീവിയും ഉപദ്രവിക്കില്ല, അവർക്കിതൊക്കെ പറന്ന് നടക്കാം. ഇനി പിന്നെ അവർക്ക് ഇണയില്ല, അവർക്ക് മുട്ടയിട്ടില്ല, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടേ ചിന്തിക്കരുത് എന്നാണ് വെറ്റിനറി ഡോക്ടർ എന്നോട് പറഞ്ഞത്. അത് എനിക്ക് വളരെ വിചിത്രമായ ഉപദേശമായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോ എനിക്കത് ശരിയാണോ. ഞങ്ങളിത് തുടങ്ങുമ്പോ 2 മുയലേ ഉള്ളൂ, ഒരു കോക്ടെയിൽ. പക്ഷെ അത് പിന്നെ ഇങ്ങനെ ഞാൻ അവരുടെ ഭാഗം ചിന്തിക്കും. അപ്പോ അവരെ പെറ്റുപെരുകൊണ്ടിരിക്കും. നമ്മളിതിന് എന്ത് ചെയ്യും? പെറ്റുപെരുക. പിന്നെ കൂടുതലും സാറ് ഒരു കൗൺസിലിംഗ് ഫീൽഡ് ആയതുകൊണ്ട് വരുന്ന ക്ലയൻസിനും ഹ്യൂമൻ ബീയിങ്സിന്റെ ഇന്ററാക്ഷൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇവരെടുത്ത് വരുമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും സാറോളം വാല്യൂ ഇവർക്കും കൊടുക്കാറുണ്ട്. ഇവരെയും കൂടി കാണണം എന്നുള്ള ഇൻട്രസ്റ്റിലാണ് വരിക. കൂടുതൽ ഇപ്പൊ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാറിനടുത്ത് പറഞ്ഞ പോലെ അവരും വളർത്താൻ തുടങ്ങും ഇതുപോലെയൊക്കെ അല്ലേ? എന്നിട്ട് എത്രയോ പേര് അങ്ങനെ സ്വയം സ്റ്റാർട്ട് ചെയ്തു. ശരി. ഓക്കെ. ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളെ കൊടുക്കാനും തയ്യാറാട്ടോ. താല്പര്യമുള്ളവർക്ക് ഇവിടെ ഉള്ള ജീവികളുടെ കുട്ടികളെ ഞങ്ങൾ കൊടുക്കും, തയ്യാറാണ്. നോക്കിയോ, എല്ലാവരും മര്യാദക്ക് നോക്കിയാൽ മതി അല്ലേ? ഓക്കെ. നമുക്കിനി അപ്പൊ എല്ലാം കൊണ്ട് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് പേരുടെ പ്രശ്നങ്ങളും ഇതെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. ഒരു സൈഡിൽ നിങ്ങളെ കംഫർട്ട് ആക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് അല്ലേ? എന്തായാലും അടിപൊളി. പുറത്ത് ഒരുപാട് ചെടികളുണ്ട്, അകത്ത് ഒരുപാട് പെറ്റ്സ് ഉണ്ട്. അതെ, ഇവൻ ഭയങ്കര കംഫർട്ടായി, ഉറങ്ങി തുടങ്ങി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോയാലോ? ഓക്കെ. ഇതാണ് നമ്മുടെ ലൈവ് ഒക്കെ നടക്കുന്ന റൂം. ഇവിടെ ഓൺലൈൻ സെക്ഷൻ ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. വേൾഡ് വൈഡ് നമ്മളുടെ ഓഡിയൻസിനുള്ള ലൈവ് സെഷൻസ്, പേഴ്സണൽ കൺസൾട്ടേഷൻസ് എല്ലാം ഈ ഒരു കുഞ്ഞു റൂമിലാണ്. ഈ റൂമിലൂടെയാണ് ഇതാണ് എന്റെ ലോകം. ഞാൻ ഈ പ്രകൃതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇതിനകത്താണ്. ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ പോകുന്നു. ഓക്കെ. പോഡ്കാസ്റ്റ് സെക്ഷൻ പോലെയൊക്കെ ഉണ്ടല്ലോ. ജസ്റ്റ് ഒരു വെബ്കാം, ഒരു മൈക്ക്, 2 റിംഗ് ലൈറ്റ്, ഒരു കമ്പ്യൂട്ടർ, സൗണ്ട് സ്പീക്കർ. ഓക്കെ. ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ആണോ? അടിപൊളി. പെയിന്റിങ്ങും എല്ലാം. ഇതിന്റെ ചുമരൊക്കെ പ്രത്യേക രീതിയിലൊരു റോക്ക് പെയിന്റിംഗ് എന്ന് പറയും. അങ്ങനെ ചെയ്തിരിക്കുക, റിഫ്ലക്ഷൻ ഇല്ലാതിരിക്കാൻ. മുകളില് നമ്മുടെ മെയിൻ ട്രെയിനിങ് ഹാളാണ്. ഈ ഹാള്
ഒരു 40 പേർക്ക് ഇരിക്കാം, അത്രേ മാക്സിമം പറ്റുള്ളൂ. മാസത്തിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ നടക്കും. അതിൻ്റെ പേര് അഗ്നിമനസ് പ്രോഗ്രാമിൻ്റെ പേര്. ഈ ട്രെയിനിങ് ഹാൾ ഉണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഓട് മേഞ്ഞിരിക്കുന്ന ആ സമയം മുതൽ നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മൾ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടീമാട്ടോ. നമുക്ക് തണലത്ത് ഇരിക്കാൻ പറ്റുമോ അപ്പോൾ തന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങി. ഓക്കെ. പിന്നെ ഓരോ സ്റ്റേജും സീലിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ AC എല്ലാം സംവിധാനങ്ങളും പിന്നെ ക്രമേണ വർദ്ധിപ്പിച്ചതാണ്. അതായത് എല്ലാം ആയിട്ട് തുടങ്ങാം എന്നൊരു പരിപാടി ഇവിടെ ഇല്ല. പതുക്കെ. അതെ. ഓ, ഇത് കൊള്ളാലോ. യെസ്. ഒരു 10-40 പേരുടെ സെക്ഷൻ ഇവിടെ ചെയ്യും അല്ലേ? പേഴ്സണൽ സെഷൻസും ഇവിടെ തന്നെയാണ് നടക്കുക. ഇവിടെ തന്നെ ആരെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് കാണാൻ വരുമ്പോൾ. ഓക്കെ. പിന്നെ കൂടുതലായിട്ട് വരുന്നത് എങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്? മീൻസ് എന്ത് പ്രശ്നമുള്ള ആളുകളവിടെ? ഒന്നുകിൽ വ്യക്തിഗതമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ പേടികൾ, ഭയങ്കര തരം പേടികൾ, സോഷ്യൽ ഇൻട്രാക്ഷൻ സ്കിൽസ് ഇല്ല, അങ്ങനത്തെ ആളുകൾ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വരിക ആരോ ആയിട്ടുള്ള എന്തോ പ്രശ്നം, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ, അതാണ് കൂടുതൽ വരാറുള്ളത്. ഓക്കെ. ഞാൻ സൈക്കാട്രിക് ഡോക്ടറല്ല, ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല, ഞാനൊരു ലൈഫ് കോച്ചാണ്. അതുകൊണ്ട് ഞാൻ മാനസിക രോഗങ്ങൾ ഡീൽ ചെയ്യലോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല. അങ്ങനത്തെ പരിപാടികൾ പരിഹരിച്ചു കൊടുക്കാൻ പറ്റും എന്നൊരു വ്യാജ വാഗ്ദാനവും ഇല്ല. എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് എൻ്റെ ഓഡിയൻസിന് അറിയാം എൻ്റെ കപ്പാസിറ്റി എന്താണ്, എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ടെക്നിക്സ് ഉണ്ട്, മൈൻഡ്ഫുൾ ടെക്നിക്സ് ഉണ്ട്. തെറാപ്യൂട്ടിക്കലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പല കാര്യങ്ങൾ തന്നെ കുറേയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ സൈക്കോളജിക്കൽ തെറാപ്പീസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളുടെ കൂടുതലും പ്രശ്നങ്ങൾ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അങ്ങനത്തെയൊക്കെ. കാരണം നമ്മുടെ കോച്ചിങ്ങിൻ്റെ മെയിൻ തീം എന്താണെന്നറിയോ? ആദ്യം അവനവന് വേണ്ടി ചിന്തിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം ചിന്തിക്കുക. ഓക്കെ. ഈ സാധനം പലർക്കും അറിയില്ല. നമ്മൾ വേണം നമ്മുടെ കാര്യം ചിന്തിക്കാൻ, നമുക്ക് വേണ്ടി ചിന്തിക്കാൻ വേറൊരാളില്ല എന്നുള്ളത്. ഞാനത് അന്നും സംസാരിച്ചിരുന്നു. നമ്മളുടെ കാര്യം ആദ്യം നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും. മിക്ക ജീവിതങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി തേഞ്ഞു വാങ്ങി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പോയവർക്ക് വേണ്ടിയിട്ടോ, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വന്തം നന്മകൾ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും വേണ്ടി നടന്ന് പണി കിട്ടിയ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും എൻ്റെ അടുത്ത് എത്തുന്നവർ. ഇതെല്ലാവർക്കും പറ്റിയൊരു സ്ഥലമല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പലർക്കും നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു വിടും. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു വിടും, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു വിടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എവിടേക്കാണോ അവർ വിടേണ്ടത് അവിടേക്ക് വിടും. ഇവിടെ എല്ലാവർക്കും സൊല്യൂഷൻ ഉണ്ടെന്നൊരു അവകാശവാദം നമുക്കില്ല. അവർക്ക് പറ്റിയതാണെങ്കിൽ ഒരു സ്വീകരിക്കുക. പിന്നെ സമാധാനം, കുറച്ചൊരു കോൺസെൻട്രേഷൻ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് തീർച്ചയായിട്ടും സമാധാനം, സന്തോഷം, പിന്നെ തൻ്റെ ഇടം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ. ഇതൊരു ടിബറ്റൻ ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് തോന്നുന്നത്. ഇതിനെ ഹാൻഡ് പെൻ എന്നാണ് വിളിക്കുക. ഉണ്ടാവും. ഒരു മെഡിറ്റേഷൻ ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ഒന്ന് കുട്ടി നോക്കിയേ, വേറൊരു സാധനം കാണിച്ചുതരാം. ഇത് സിംഗിങ് ബോൾ. ഇത് കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ റൗണ്ട് ചെയ്യുന്നതാണോ? അതെ. ഇത് നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ശബ്ദം എങ്ങനെ വന്നത് അത് തന്നെ വരും. ഇപ്പം നിർത്തിയില്ലേ? നമ്മളിതിങ്ങനെ ഇതിലിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഇതിന് സിംഗിങ് ബോൾ എന്ന് പറയുന്നത്. ഈ പാത്രത്തിന്റെ പ്രത്യേകതയാണോ? ആണ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ വൈബ്രേറ്റ് ചെയ്യും. ഇതിന്റെ വൈബ്രേഷൻ ശരിക്കും അറിയണമെങ്കിൽ ഇതിൽ ഈ സൗണ്ട് ഉണ്ടാക്കി തരാം ഞാൻ. ഇതിൽ നഖം കൊണ്ടുപോയി മുട്ടിച്ച് നോക്കിയേ, നഖം. ഓ, ഷോക്ക് അടിക്കുന്നുണ്ട്.
ഇങ്ങനത്തെ സാധനങ്ങൾ ഞാനിവിടെ എപ്പോഴും ഒരു ഗെയിമായിട്ട് ഉപയോഗിക്കും. ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയോ? പലതിലും നമുക്ക് പെടാൻ എളുപ്പമാണ്, ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വേറൊരു സിമ്പിളായിട്ടുള്ള സാധനം തരട്ടെ. ഇതൊരു ഒരാളൊരു ലവ് അഫെയറിൽ പെട്ടുപോയി. ഇതാണ് ലവ് അഫെയർ. ഇതിൽ പെട്ടുപോയി. പക്ഷേ ദിസ് ഈസ് ടോക്സിക്. ഈ ബന്ധം അത്ര ശരിയല്ല. ഇതൊന്ന് ഊരണം, നമുക്ക് ഈ സ്നേഹം ഇല്ലാതെയാക്കണം, അഴിക്കണം. പോസിബിൾ ആണോ? ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കി അഴിക്കാൻ പറ്റുമോ? ഇത് അഴിക്കാനുള്ള ഒരു വഴിയില്ലല്ലോ. അത് എത്ര നേരം ഇരുന്ന് തിരിച്ചു മറച്ച് നോക്കിയാൽ അത് കിട്ടില്ല. പക്ഷെ ഇത് അഴിക്കുന്ന ഒരു വഴി ഉണ്ടാവും. ഇത് ഉണ്ടാക്കിയാൽ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ എല്ലാ കുടുക്കുകൾക്കും അത് അഴിക്കാനുള്ള ഒരു വഴി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു മെസ്സേജ് കൊടുക്കാനാണ് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം അത് വീണ്ടും ഇപ്പം നീ ഇത് അഴിക്കാൻ ശ്രമിച്ചില്ലേ, അതുകൊണ്ട് ഇത് കൂടുതൽ കുളമായി, ഡീപ്പ് ലോക്കായി മാറി. ഇങ്ങനെയാണ് മിക്കവാറും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വഷളാക്കുന്നതേ. ഇങ്ങനെ കൊണ്ടുപോകണം, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരണം, എന്നിട്ട് ഇങ്ങനെ അഴിക്കാം. ഇത്ര എളുപ്പമാണ്. ഇതേപോലെ ഇത് നമുക്ക് ഇങ്ങനെ ഇടം ചെയ്യാം. അഴിക്കാൻ ഒറ്റ രീതി ഉണ്ടാവുള്ളൂ. ആ രീതി അറിയില്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ അഴിച്ചാലും അത് കൂടുതൽ ലോക്കാവുക ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. വരുന്നവർക്ക് താമസിക്കുവാൻ ഇതിനപ്പുറത്ത് നമ്മളൊരു മുറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ. ഭാവിയിൽ കുറച്ച് അവിടെ കൺസ്ട്രക്ഷനൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ശരിക്കും നമ്മൾ ആ ഇൻ്റർവ്യൂ സെക്ഷനിൽ നിന്ന് നമുക്കൊരു ദിവസം വീട്ടിലേക്ക് വരാം, വീട്ടിലെ കാഴ്ചകൾ കൂടി കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു ചെറിയ പരിമിതിക്കുള്ളിൽ ഇതേപോലെ ഒരു ലോകം സൃഷ്ടിച്ചതിന് ബിഗ് സല്യൂട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. ഒരു മിനിറ്റ് കണ്ണടച്ച് സമാധാനത്തോടെ ഒന്ന് ഇരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു രാത്രി സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റിയ ഏറ്റവും ഭാഗ്യവാനാണ് ജീവിതം അല്ലേ? ഇവിടെ വന്നിട്ട് ഇന്നിപ്പോ അതിങ്ങനെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ വേണം. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ നമ്മൾ ഈ സെക്ഷന് വന്നു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ഇപ്പൊ 2:15 എന്നോട് പറയേതേ, കാരണം ഞാൻ അങ്ങോട്ട് പറയണ്ട ഞങ്ങൾക്ക് പോകണമെന്ന്. പക്ഷെ 2:15 നിങ്ങൾ പോളിലെന്ന് ചോദിക്കുമ്പോ എനിക്ക് ഇവിടുന്ന് മറന്നുപോയി. നമ്മളിങ്ങനെ ഇരിക്കുക, ഇവിടുത്തെ കിളികളും മറ്റേ നമ്മുടെ മുയലും ഇതിനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഈ ഏരിയയും എല്ലാം സെറ്റ് ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇനിയും ഇടയ്ക്കൊക്കെ വരാം, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഇത് ജീവിതത്തിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. എന്തായാലും വരും. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.